നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി നടപ്പാക്കി വരുന്ന ഒരു പ്രധാന സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണ് ഈ ശ്രം പദ്ധതി. ഇതുവരെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ നിന്ന് പുറത്തായിരുന്ന കോടിക്കണക്കിന് തൊഴിലാളികളെ സുരക്ഷാ വലയത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ പദ്ധതി നമ്മൾക്ക് എന്താണെന്ന് പരിശോധിക്കാം. ഇതിൽ ഈ ശ്രം കാർഡ് എന്താണ്, ആരെല്ലാം ഇതിൽ അർഹരാണ്, അതുപോലെ തന്നെ മാസം 3000 രൂപ എങ്ങനെ ലഭിക്കും, അപേക്ഷിക്കേണ്ട വിധം എല്ലാം നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ശ്രം പദ്ധതി എന്താണെന്ന് നോക്കാം. ആദ്യം, രാജ്യത്തെ തൊഴിലാളികളിൽ ഏകദേശം 90% അസംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. സ്ഥിര വരുമാനം ഇല്ല, PF ഇല്ല, പെൻഷൻ ഇല്ല, ഇൻഷുറൻസ് ഇല്ല. ഇതാണ് അസംഘടിത മേഖല. സംഘടിത മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മാസം സ്ഥിര വരുമാനമായിരിക്കും, അതിൽ ESI, PF എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു അസംഘടിത മേഖല എന്ന് പറയുമ്പോൾ കെട്ടിട തൊഴിലാളികളായിക്കോട്ടെ, ഡ്രൈവർമാരായിക്കോട്ടെ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. ഈ സാഹചര്യം പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാർ, കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്. എന്താണ് ഈ ശ്രം കാർഡ് എന്ന് നമുക്ക് നോക്കാം. ഈ ശ്രം കാർഡ് എന്നത് അസംഘടിത തൊഴിലാളികൾക്ക് നൽകുന്ന യൂണിക് ഐഡന്റിറ്റി കാർഡാണ്. ഈ കാർഡിൽ തൊഴിലാളികളുടെ പേര്, തൊഴിൽ മേഖല, ആധാർ ബന്ധിപ്പിച്ച വിവരങ്ങൾ, UN നമ്പർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കാർഡിലൂടെ തൊഴിലാളികൾ സർക്കാർ ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തുന്നു. ഇതിൽ നമ്മൾക്ക് മാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. അത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ശ്രം കാർഡുള്ള തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ മാസം 3000 രൂപ പെൻഷൻ ലഭിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇത് അസംഘടിത തൊഴിലാളികൾക്കായിട്ടുള്ള പെൻഷൻ പദ്ധതിയുമായി ബന്ധിപ്പിച്ചതാണ്. അതുപോലെ തന്നെ പ്രായമായ ശേഷം അടിസ്ഥാന ചെലവുകൾക്കെങ്കിലും സ്ഥിര വരുമാനം ഉറപ്പാക്കുക, അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്കെല്ലാമായിട്ടാണ് ഈ ഒരു പദ്ധതിയിൽ പെടുന്നത്. അതുപോലെ തന്നെ അപകട ഇൻഷുറൻസ് ആനുകൂല്യം നമ്മൾക്ക് ലഭിക്കും. ഈ ശ്രം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞാൽ സുരക്ഷാ ഇൻഷുറൻസും നമ്മൾക്ക് ലഭിക്കും. തൊഴിലാളി മരിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ, അതുപോലെ തന്നെ സ്ഥിര വൈകല്യം സംഭവിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയായിരിക്കും നമ്മൾക്ക് ലഭിക്കുക. ഈ തുക തൊഴിലാളികളുടെയോ കുടുംബത്തിന്റെയോ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് തന്നെ കൈമാറപ്പെടും. ആരെല്ലാം ഇതിൽ അർഹരാണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ ശ്രം പദ്ധതിയിൽ 30ലധികം തൊഴിൽ വിഭാഗങ്ങളും 400ലധികം തൊഴിൽ ഉപവിഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. കെട്ടിട തൊഴിലാളികൾ, ലോഡിംഗ് തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, ഡ്രൈവർമാർ, വഴിയോര കച്ചവടക്കാർ, കർഷക തൊഴിലാളികൾ. 16 മുതൽ 59 വയസ്സ് വരെയുള്ള അസംഘടിത തൊഴിലാളികൾക്ക് ഈ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് രജിസ്ട്രേഷൻ പ്രക്രിയ എന്ന് നമുക്ക് നോക്കി വരാം. ഈ ശ്രം പദ്ധതിക്ക് രജിസ്റ്റർ ചെയ്യാൻ ഈ ശ്രം പോർട്ടൽ തുറക്കുക, രജിസ്റ്റർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ നൽകുക. മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. OTP സ്ഥിരീകരിച്ചതിന് ശേഷം വ്യക്തിഗത തൊഴിൽ ബാങ്ക് വിവരങ്ങൾ നൽകുക, ഫോം സമർപ്പിക്കുക. രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഈ ശ്രം കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാമിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ആവശ്യമായ രേഖകൾ വരുന്നത് ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് നമ്മൾക്ക് ആവശ്യമായ രേഖകൾ. പ്രധാന നിർദ്ദേശങ്ങൾ നോക്കാം. രജിസ്ട്രേഷൻ പൂർണ്ണമായും സൗജന്യമാണ്. ഇടനിലക്കാരെ ഒഴിവാക്കുക. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ ആനുകൂല്യം നഷ്ടമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ശ്രം പദ്ധതി അസംഘടിത തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അർഹരായ എല്ലാവരും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണം. ഭാവി സുരക്ഷിതമാക്കുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും സഹായിക്കുക. താങ്ക്